विलासहसितं श्वसितं समीरो जिह्वाजलं वचनमीश शकुन्तपङ्क्ति सिद्धादय स्वरगणामुखरन्ध्रमग्निदेवा भुजास्तनयुगं तव धर्मदेवा मायाविलासहसितं श्वसितं समीरो जिह्वाजलं वचनमीश शकुन्तपङ्क्ति सिद्धादय स्वरगणामुखरन्ध्रमग्निदेवा भुजस्तनयुगं तव धर्मदेवा മായാവിലാസഹസിതം ശ്വസിതം സമീര ജിഹ്വാജലം വചനമീശ ശകുന്തപങ്ക്തി സിദ്ധാദയസ്വരഗണാഃ മുഖരന്ധ്രമഗ്നി ദേവാഭുജാഃ സ്തനയുഗം തവ ധർമ്മദേവ. പ്രപഞ്ചത്തിലെ ഓരോന്നോരോന്ന് കാണുമ്പോൾ അതിനെ മനോഹരമായ കാഴ്ചയായിട്ട് കാണാൻ പഠിപ്പിക്കുന്നു. പേപ്പറിൽ ഒരിക്കൽ വളരെ ലളിതമായ ഒരു വാർത്ത വായിച്ചത് ഓർമ്മിക്കാം. ഫോട്ടോഗ്രാഫിക്ക് 1ാം സമ്മാനം കിട്ടിയത്രേ. ടെലിഫോൺ കമ്പിമിൽ പ്രഭാതത്തിൽ തുള്ളി തുള്ളി തുള്ളിയായിട്ട് നിൽക്കുന്ന ആ കാഴ്ച. ടെലിഫോൺ കമ്പിയിൽ നിൽക്കുന്ന വെള്ളത്തുള്ളികളെ ഫോട്ടോ എടുത്ത് ഒരാൾ 1ാം സമ്മാനം മേടിച്ചു ഫോട്ടോഗ്രാഫിക്ക്. ഇതെന്താ? എന്തുകൊണ്ട് നമുക്കത് സാധിക്കണില്ല? അതാണ് ഭാഗവതവും നാരായണീയവും നമുക്ക് കാണിച്ചു തരുന്നത്. ഈശ്വരനെ കാണാൻ ഒരു പ്രയാസമില്ല. എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ മാത്രം നമ്മൾ കണ്ടില്ല എന്നാണ് പറയണത്. ഈശ്വരൻ ഇല്ല എന്ന് വരെ നമ്മൾ ഉറക്ക വിളിച്ചു പറയും. ആ സമയത്ത് ആ ഈശ്വരൻ ഇല്ല എന്ന അക്ഷരം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ശക്തിയായി നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈശ്വരനെ കാണാൻ ഒട്ടും പ്രയാസമില്ല. ഈശ്വരനെ അല്ലാതെ കണ്ട് വല്ലതും കാണാനാണ് പ്രയാസം. അതാണ് പുരാണങ്ങളും വേദങ്ങളും ഇപ്പോൾ ഭാഗവതവും നാരായണീയവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പുഞ്ചിരി കണ്ടു, മായാവിലാസഹസിതം. അതിന് ഭഗവാന്റെ മായ എന്ന് പേരിടുക. നല്ല പുഞ്ചിരി എവിടെ കണ്ടാലും നല്ല ഭംഗി. മനുഷ്യന് ഏറ്റവും വലിയ കഴിവാണത്രേ ചിരി. അത് ഏതൊക്കെ തരത്തിൽ ചിരിക്കാൻ നമുക്കറിയാം. അതാണ് മായ എന്ന് പേരിട്ടത്. ഉള്ളിൽ നിന്നെ ഞാൻ കൊല്ലുവടാ എന്ന് വിചാരിച്ചു കൊണ്ട് പുറമേക്ക് ഹലോ എന്ന് പറഞ്ഞ് കൈ കൊടുത്ത് ചിരിക്കാറുണ്ട് നമ്മൾ. അത് മായയാണ്. ശുദ്ധമായ എന്ന് പറഞ്ഞാൽ തനി കാപട്യം. അപ്പോൾ ഈ കാപട്യത്തിന് അടിസ്ഥാനമാണത്രേ ഭഗവാന്റെ ആദ്യത്തെ പുഞ്ചിരി. അതാണ് മായാദേവി. ഭഗവാന്റെ കണ്ണും ഭഗവാന്റെ പുഞ്ചിരിയും പുരികം കൊണ്ടുള്ള ഒരു ചലനവും അതേപോലെ ഒപ്പിയെടുത്തിട്ടാണ് ഭഗവതി, മായാമോഹിനി ഭഗവതി പ്രപഞ്ച ശക്തി സൃഷ്ടിക്ക് വേണ്ടി ഉപയോഗിച്ചത്. ശ്വസിതം സമീര. നമ്മുടെ മേൽ കാറ്റ് തട്ടുന്നുണ്ട്. ഭഗവാന്റെ സ്നേഹവാത്സല്യ ഊഷ്മളമായ ആ ശ്വാസോച്ഛ്വാസമാണ് നമ്മളിൽ തട്ടുന്നത്. ഒരച്ഛൻ മകനെ എടുത്ത് ലാളിക്കുമ്പോൾ, ഒരമ്മ മകനെ എടുത്ത് മൂർധാവിൽ ചുംബിക്കുമ്പോൾ, മൂക്കിട്ട് ഉരയ്ക്കുമ്പോൾ എത്ര തവണ ശ്വാസോച്ഛ്വാസം ആ അമ്മയുടെ ആ അച്ഛൻ്റെ തൻ്റെ കുഞ്ഞിൻ്റെ ശിരസിലേക്ക് വരും. ഇതുപോലെ നമ്മുടെ മേൽ തട്ടുന്ന കാറ്റ് ഭഗവാന്റെ ശ്വാസോച്ഛ്വാസമാണ്. പ്രപഞ്ചത്തിൻ്റെ അച്ഛനും അമ്മയുമായ ഭഗവാന്റെ ശ്വാസോച്ഛ്വാസമാണ് ശ്വസനം സമീര. നമ്മൾ അകത്തും പുറത്തും തട്ടുന്ന കാറ്റ്. ജിഹ്വാജലം, നാവിന് രസം. ജിഹ്വ, നാവ്, അതിൻ്റെ രസമാണ് ജലം. അപ്പോൾ ജലം എന്ന പഞ്ചഭൂതാത്മക വസ്തു ഭഗവാന്റെ നാവിലുള്ളത് നമ്മുടെ നാവിലും അതേപടി ശോഭിക്കുന്നുണ്ട്. വചനമീശ ശകുന്തപങ്ക്തി. കിളികളുടെ പലതരം 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 ശബ്ദങ്ങളുണ്ട്. പഞ്ചമം പാടും കുയിലോ, ഗാന്ധാരം, മധ്യമം, ഇങ്ങനെ പല പല ശബ്ദങ്ങൾ സംഗീതം പഠിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഓരോ ശബ്ദവും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ശബ്ദങ്ങളാണ്. ഇപ്പോൾ കുയിൽ പാടുമ്പോൾ ചിലർ പറയണു വിത്തും കൈക്കോട്ടും എന്നാണെന്ന്, വേറെ ചിലർ പറയണു കൃഷ്ണൻ പുറപ്പെട്ടു എന്നാണെന്ന്. ഇങ്ങനെ നോക്കുമ്പോൾ വചനമീശ ശകുന്തപങ്ക്തി. അകാര ഉകാര മകാരങ്ങൾ ചേർന്ന ഓങ്കാരം എന്ന ആ സ്വരം വളർന്നു വലുതായി വാക്കുകളായി അക്ഷരങ്ങളായി പ്രപഞ്ചത്തിലെ ഓരോ കിളികളും ഓരോ ജീവജാലങ്ങളും അത് അഭ്യസിച്ചു.
ഭഗവാന്റെ വാക്കുകളാണ് അതിൽ കൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ബഹവ ഇഹ വിഹംഗ ഭിക്ഷുചര്യാം ചരന്തി എന്ന് ഭാഗവതം. സിദ്ധാദയ സ്വരഗണാഹ, പലതരം സ്വരങ്ങൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ ഭഗവാൻ സൃഷ്ടിച്ച സിദ്ധാദികളുടെ ശബ്ദമാണ്. മുഖരന്ധ്രം അഗ്നി, വാക്കാണ് അഗ്നി. ദേവാ ഭുജാഹ, ദേവന്മാർ കൈകൾ. പിന്നെ ധർമാധർമ്മങ്ങൾ, ധർമ്മം മാറിടത്തിലും അധർമ്മം പിന്നിലും. അതാണ് ഭഗവാന്റെ ഈ വർണ്ണനയിൽ ഭട്ടതിരിപ്പാട് ഇതാ നമുക്ക് വ്യക്തമാക്കി തരണത്.